ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൂടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2001 ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഇത് അതേഴ്സ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു വലിയ അരമന, അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഗ്രേസ് എന്ന് പറഞ്ഞ സ്ത്രീയും അവരുടെ 2 കുട്ടികളും. വെളിച്ചം തട്ടിക്കഴിഞ്ഞാലേ ആ കുട്ടികൾക്ക് മരണം ഉറപ്പാണ്. അതുകൊണ്ട് ആ വീടിനുള്ളിൽ അടച്ചുപൂട്ടിയുള്ളൊരു ജീവിതം. ഇതിനിടയിലെ ആ വീട്ടിൽ സംഭവിക്കുന്ന അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ, ക്ലൈമാക്സിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഒന്നൊന്നര ടെസ്റ്റും. ഈ മൂവി ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇനിയും നിങ്ങൾ ഈ മൂവി മിസ് ചെയ്യരുത്. അപ്പോൾ കഥയോടൊപ്പം ഈ കഥയിലെ ടെസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നേരെ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, കൂടാതെ ഒരു ലൈക്കും. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. കഥയുടെ തുടക്കത്തിൽ തന്നെ നായികയായിട്ടുള്ള ഗ്രേസ് ഒരു സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കാണ്. ഇവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഗ്രേസിന്റെ ഭർത്താവ് ഒരു പട്ടാളക്കാരനാണ്. ഏതോ ഒരു യുദ്ധത്തിന് പോയിട്ട് പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ഗ്രേസ് എഴുന്നേറ്റ് വീട്ടിലെ കർട്ടനും എല്ലാ കാര്യങ്ങളും അടച്ചിടുന്നു. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഗ്രേസിന്റെ 2 കുട്ടികൾക്ക് സൂര്യപ്രകാശം ഒരിക്കലും ദേഹത്ത് തട്ടാനായിട്ട് പാടില്ല. അതൊരു അസുഖമാണ്. അതുകൊണ്ട് അവരെ എപ്പോഴും ആ വീടിനുള്ളിൽ വെച്ചായിരിക്കും വളർത്തുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ് ഈ വീടിന്റെ വെളിയിൽ കാണിക്കുമ്പോൾ ഒരു 3 പേര് ഈ വലിയ വീടിനടുത്തേക്ക് നടന്നു വരുന്നു. ഡോറിൽ വന്ന് തട്ടുമ്പോൾ ഗ്രേസ് ഡോർ തുറക്കുന്നുണ്ട്. അപ്പോഴാണ് അവർ പറയുന്നത്, ഞങ്ങൾ ഇതുപോലെ ജോലി അന്വേഷിച്ച് വന്നതാണെന്ന്. അപ്പോൾ ഗ്രേസിനും കുറച്ച് ജോലിക്കാരെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ 3 പേരെ അകത്തേക്ക് കൊണ്ടുവന്ന് ഇതിനകത്തുള്ള പ്രധാന റൂൾസ് എല്ലാം അവരോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരെ ഈ വീട് മുഴുവനായിട്ട് ചുറ്റിക്കാണിക്കുന്നു. പക്ഷെ അവരെ 3 പേരെയും കാണുമ്പോൾ അവരുടെ രീതി എന്തോ ശരിയായിട്ട് തോന്നില്ല. അങ്ങനെ വീടെല്ലാം ചുറ്റിക്കാണിച്ചിട്ട് അവസാനം പ്രധാനപ്പെട്ടൊരു റൂള് പറയാണ്. അതും പ്രത്യേകമായിട്ട് ഗ്രേസിന്റെ കുട്ടികൾക്ക് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അത് കാരണം സൂര്യപ്രകാശം ഒരിക്കലും ദേഹത്ത് തട്ടാൻ പാടില്ല. എല്ലാ സമയവും ജനാലകളും വാതിലുകളും കർട്ടൻ വെച്ച് മൂടണം. അവരിപ്പോൾ ഒരു മുറിയിൽ നിന്നും മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വരെ ആ കർട്ടൻ മൂടിയിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഈ പ്രധാനപ്പെട്ട ഒരു റൂള് പറഞ്ഞതിന് ശേഷം ഇവർക്ക് 3 പേർക്കും ജോലികൾ ഓരോന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. അതിൽ ആ വയസ്സായിട്ടുള്ള അയാളുടെ പേര് എഡ്മണ്ട്. അയാൾക്ക് തോട്ടം ജോലികളെല്ലാം കൊടുക്കുന്നു. പിന്നെ ആ ഒരു സ്ത്രീയുടെ പേര് ബെർത്ത. അവർക്കാണെങ്കിലും കിച്ചണിലെ മെയ്ഡായിട്ടുള്ള ജോലി കൊടുക്കുന്നു. പിന്നെ ലിദിയ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി, അവൾക്കാണെങ്കിലും ഒരിക്കലും സംസാരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ വീടിനെ നോക്കാനുള്ള ആ ഒരു ചുമതല അവൾക്കാണ്. അപ്പോഴാണ് ബെർത്ത ഗ്രേസിനോട് പറയുന്നത്, ഗ്രേസ്, നിങ്ങൾ എല്ലാ മുറിയും ചുറ്റിക്കാണിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ഹീറോയും പറയും, നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം, കാരണം ഇതിനു മുന്നേ കുറച്ച് ജോലിക്കാരുണ്ടായിരുന്നു. ഒരു കാരണം പോലും പറയാതെയാണ് അവർ ഇവിടുന്ന് പെട്ടെന്ന് ജോലി മതിയാക്കി പോയത്. അതുകൊണ്ട് തന്നെ വീട് ഭയങ്കര അലങ്കുലമായിട്ട് കിടക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ രാത്രിയാകുമ്പോഴത്തേക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരാളുടെ പേര് ആൻ, ആ ചെറിയ പയ്യന്റെ പേര് നിക്കോളസ്. അങ്ങനെ അവരെ പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇപ്പോൾ രാത്രിയാകുമ്പോൾ കുട്ടികൾ ഡിന്നർ കഴിക്കാണ്. അതുമല്ല, അവർക്ക് കഴിക്കാനായിട്ടൊരു പ്രത്യേക സമയമുണ്ട്. അങ്ങനെ ആ സമയമാവുന്നതും ഇവർ ആഹാരം കഴിക്കുമ്പോൾ ആൻ ബെർത്തയെ വിളിച്ചിട്ട് അവരുടെ ചെവിയിലൊരു കാര്യം പറയുന്നുണ്ട്. ഞങ്ങളുടെ അമ്മയ്ക്ക് ഇത്തിരി ഭ്രാന്തുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അമ്മ നല്ല ദേഷ്യത്തിൽ പെരുമാറുന്നെല്ലാം പറയുമ്പോൾ നിക്കോളസ് ആനിനെ നോക്കിയിട്ട് ഹേയ് അങ്ങനെയൊന്നും പറയരുതെന്ന് പറയും. അപ്പോഴാണ് നമ്മുടെ ഗ്രേസ് അവിടേക്ക് വന്നിട്ട് ബെർത്ത എന്ന് പറഞ്ഞ ആ സ്ത്രീയെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് അവരോട് ഇപ്പോൾ ഒരു കാര്യം ചോദിക്കുന്നു. അല്ല, ഞാൻ വീട്ടു ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്നുള്ള ഒരു ലെറ്റർ ഒരിക്കലും പബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുത്തിരുന്നില്ല. അതിനു മുന്നേ നിങ്ങൾ എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് വന്നത്? അപ്പോഴാണ് അവരൊരു സത്യം പറയുന്നത്. സത്യത്തിൽ വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഈ വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെയും വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു തവണ കൂടി ഈ വീട്ടിലേക്ക് വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ജോലി കിട്ടിയാലോ എന്നന്വേഷിച്ചാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു വീട് നല്ലതുപോലെ അറിയാവുന്നത് എന്നെല്ലാം അവർ പറയും. അപ്പോൾ ഹീറോയും പറയും, ഓ അതുകൊണ്ടാണല്ലേ നിങ്ങൾ ഈ വീടെല്ലാം അറിയാമെന്ന് പറഞ്ഞത്. അല്ല, ഇതിനു മുന്നേ ഇവിടെ താമസിച്ചിരുന്നവർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ യുദ്ധത്തിന്റെ സമയമായതുകൊണ്ട് അവരെല്ലാവരും ഈ വീട് വിട്ട് പോവായിരുന്നു. അങ്ങനെ ഞങ്ങളും ഇവിടെ നിന്ന് പോയി. അപ്പോൾ ഗ്രേസ് പറയും, ഓക്കെ, ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്ക്, എൻ്റെ മകൾ ആൻ അവൾ ഓവർ ഇമാജിൻ ചെയ്തിട്ട് പല കാര്യങ്ങളും നിങ്ങളോട് പറയും. അതൊന്നും നിങ്ങൾ ഒരിക്കലും കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ബെർത്ത പറയും, അത് ഞങ്ങൾക്കറിയാം, കുട്ടികളല്ലേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ഗ്രേസിനെ കാണിക്കുമ്പോൾ ഗ്രേസ് 2 കുട്ടികൾക്കും ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മദറാണ്. പക്ഷെ ആൻ ഒരിക്കലും അങ്ങനെയല്ല. ഗ്രേസ് പറയുന്നത് അധികം ഒന്നും കേൾക്കത്തില്ല. ഇവർ 2 പേരും ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രേസ് പറയും, നിങ്ങൾ 2 പേരും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ പഠിക്കത്തില്ല, അതുകൊണ്ട് 2 പേരും 2 മുറിയിലാക്കാം, ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നിക്കോളസ് പെട്ടെന്ന് ഇല്ലമ്മ, അപ്പോൾ പ്രേതം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഗ്രേസ് പറയും, പ്രേതോ, അങ്ങനെയൊന്നുമില്ല, ആരാ നിന്നോട് ഇതെല്ലാം പറഞ്ഞു ചോദിക്കുമ്പോൾ ആനാണെന്ന് പറയും. അതുകൊണ്ട് ഇപ്പോൾ ആനിനെ വഴക്ക് പറഞ്ഞിട്ട് നിക്കോളസ് ആൻ പറയുന്നത് ഒന്നും വിശ്വസിക്കരുത്, അതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ 2 പേരെയും 2 മുറിയിലാക്കി ഗ്രേസ് നേരെ താഴേക്ക് വരുന്നു. അങ്ങനെ താഴെ വരുമ്പോഴത്തേക്ക് മുകളിൽ ഒരു കുട്ടി കരയുന്നത് പോലെ പേടിച്ചിട്ട് നിക്കോളസ് ആണെന്ന് വിചാരിച്ച് ഓടി വന്ന് നിക്കോളസിന്റെ റൂമിൽ നോക്കുമ്പോൾ അവൻ ഇരുന്ന് പഠിക്കുകയാണ്, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ആനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആനിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൾക്കും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗ്രേസ് ചോദിക്കും, ഇവിടെ ആരാ കരഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അതാ ഒരു പയ്യനാണ്. ഏത് പയ്യൻ?
പീറ്ററോ? അതെ, അവൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. അവൻ നമ്മളോടൊപ്പം ഈ വീട്ടിലാണ് കഴിയുന്നത്. ഇപ്പോഴാണ് പോയതെന്ന് പറയുമ്പോൾ ഗ്രേസ് പറയും, വെറുതെ കള്ളം പറയരുത്, കരഞ്ഞാൽ കരഞ്ഞെന്ന് പറയാൻ പറയുമ്പോൾ, ഏയ് ഞാൻ കള്ളം പറയുന്നല്ല വിക്ടർ, അവനാണ് നമ്മൾ ഈ വീട്ടിലിരിക്കുന്നത് ഇഷ്ടമല്ലാതെ വെറുതെ ഇരുന്ന് കരയുന്നത്. ശരി, പയ്യനെങ്കിൽ അവൻ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ ദേ ഇപ്പോഴാണ് ആ ഒരു ഡോർ വഴി പോയത് എന്ന് പറയുന്നതും ഗ്രേസ് പറയും, ലോക്കായിട്ടുള്ള ഡോർ വഴി അവൻ എങ്ങനെയാ വെളിയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഡോർ തുറന്നു കിടക്കുന്നു. ഇത് കണ്ട് ഷോക്കായ ഗ്രേസ് പെട്ടെന്ന് താഴേക്ക് വന്ന്, അങ്ങനെ ഗ്രേസ് നേരെ താഴേക്ക് വന്ന് ആ ജോലിക്കാരെ രണ്ടുപേരെയും വിളിച്ചിട്ട്, നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടില്ലേ ഒരിക്കലും ഡോറ് ഓപ്പൺ ചെയ്തിടരുതെന്ന്, എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും പറയും, ഇല്ല ഞങ്ങൾ രണ്ടുപേരും വെളിയിൽ തന്നെയായിരുന്നു, ഞങ്ങളാരും ഡോർ ഓപ്പൺ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഗ്രേസ് ദേഷ്യപ്പെട്ടിട്ട്, ഓ അപ്പൊ ഞാൻ തുറന്നു വെച്ചെന്നു, എന്റെ കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കാൻ വേണ്ടി ഞാൻ തന്നെ ഇത് ചെയ്തെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നെല്ലാം ചോദിച്ച് അവരെ വഴക്ക് പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞപ്പോൾ രാത്രിയാവുന്നതും ഈ കുട്ടികൾ ആഹാരം കഴിക്കാണ്. അപ്പോഴാണ് ഞാൻ നിക്കോളസിനോട് പറയുന്നത്, ഹാൻ ഈ വീട്ടിൽ വേറൊരു പയ്യനുണ്ട്, നമുക്ക് അവനോടൊപ്പം കളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ നിക്കോളസ് പറയും, ആൻ നീ വെറുതെ കള്ളം പറയണം, എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആൻ പെട്ടെന്ന് ദേ പുറകിൽ അവനുണ്ടെന്നും പറഞ്ഞിട്ട് നിക്കോളസിനെ പേടിപ്പിക്കും. അപ്പോൾ രാത്രിയാവുന്നതും ഇവർ രണ്ടുപേരും ഉറങ്ങുമ്പോഴത്തേക്കും ആൻ പെട്ടെന്ന് നിക്കോളസിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ നിക്കോളസ് എഴുന്നേറ്റ് നിനക്ക് എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ ദേ വിക്ടർ ഇവിടെ ഉണ്ടെന്ന് പറയുന്നതും നിക്കോളസ് നോക്കുമ്പോഴത്തേക്കും കർട്ടൻ തുറന്നു വെച്ചേക്കുന്നു. ഹേ ആൻ നീ എന്തിനാ കർട്ടൻ തുറന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനല്ലത് തുറന്നത്, വിക്ടറാണ്, ദേ അവിടേക്ക് നോക്ക് എന്ന് പറഞ്ഞ ആ ഒരു കർട്ടന്റെ പിറകിൽ കാണിക്കുമ്പോൾ അവിടെ എന്താ അനങ്ങുന്നത് പോലെ. ഇത് കണ്ട് നിക്കോളസ് എനിക്ക് പേടിയാവുന്നു, ഞാൻ കിടക്കുന്നു പറഞ്ഞ് അവനിങ്ങനെ കിടക്കുന്നതും ആൻ ഇപ്പോൾ വിക്ടറിനോട് സംസാരിക്കുന്നത് പോലെ. എന്നിട്ട് വിക്ടറിനോട് പറയും, വിക്ടർ നീ ഇവിടെ ഒരിക്കലും നിൽക്കാൻ പാടില്ല, അമ്മ കണ്ടു കഴിഞ്ഞാൽ നിന്നെ വഴക്ക് പറയും, നീ ഇവിടേക്ക് വരരുത്, പോ, കട്ടിലേക്ക് കയറരുത്, നിക്കോളസിന്റെ അടുത്തേക്ക് പോയത് അവനെ തൊടരുത് എന്നെല്ലാം പറഞ്ഞ് ഇപ്പൊ അവന്റെ മുഖത്തേക്ക് ആരും തൊടുന്നതും പെട്ടെന്ന് നിക്കോളസ് കരയുമ്പോഴത്തേക്കും ഈ ശബ്ദം കേട്ട് ഗ്രേസ് ഓടി മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും നിക്കോളസ്, അമ്മ ഈ ആൻ വെറുതെ എന്നെ പേടിപ്പിക്കുകയാണ്, രണ്ടുപേരുടെ ശബ്ദത്തിൽ സംസാരിച്ച് വെറുതെ എന്നെ പേടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഗ്രേസ് നല്ലതുപോലെ ദേഷ്യപ്പെട്ട് ആനോട് സംസാരിക്കും. അപ്പൊ ആൻ ദേഷ്യപ്പെട്ട് തിരിച്ച്, അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലേ, അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അവൻ എന്നോടാണ് സംസാരിച്ചെന്നെല്ലാം പറഞ്ഞ് ആനും ദേഷ്യപ്പെടുന്നു. അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ ആനിനെ ഒരു ശിക്ഷ കൊടുക്കുകയാണ്, 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ പഠിക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഗ്രേസ് അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് ബെർത്ത് അവിടേക്ക് വന്നിട്ട്, മാഡം എന്താ കുട്ടികൾക്ക് ഇങ്ങനെയല്ല ശിക്ഷ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ അവർ സോറി പറയാനായിട്ട് പഠിച്ചിരിക്കണം, അതുകൊണ്ട് എന്തായാലും ആ ഒരു ശിക്ഷ അവൾക്ക് ആവശ്യമാണ്. ഓക്കെ അതൊക്കെ പോട്ടെ, നമ്മുടെ വീട്ടിലൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രീസ്റ്റിനോട് വരാൻ പറഞ്ഞല്ലോ, എന്തായെന്ന് ചോദിക്കുമ്പോൾ ബെർത്ത് പറയും, ഇവിടെ നല്ല മഞ്ഞല്ലേ, അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വരാമെന്ന് പ്രീസ്റ്റ് പറഞ്ഞിരുന്നു എന്ന് ബെർത്ത് പറയും. അപ്പോഴേക്കും ഗ്രേസ് പറയും, ഓക്കെ മുകളിൽ ലിതിയോട് അത് ഉരുട്ടിയിട്ട് ജോലി ചെയ്യേണ്ടെന്ന് പറയും, നല്ല ശബ്ദം കേൾക്കുന്ന എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഇവിടെ ശബ്ദം അധികം ഉണ്ടാക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ബെർത്ത പറയും, ശരി ഞാൻ മുകളിൽ പോയി പറയാമെന്ന് പറഞ്ഞ് ബെർത്ത മുകളിലേക്ക് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് മുകളിൽ നിന്ന് നല്ലതുപോലെ ശബ്ദം വീണ്ടും കേൾക്കുന്നു. ദേഷ്യം വന്ന ഗ്രേസ് രണ്ടുപേരെയും വഴക്ക് പറയാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ ആഹാ വേറൊന്നല്ല, അവര് രണ്ടുപേരും വെളിയിൽ നിൽക്കാണ്. അപ്പോൾ മുകളിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു ശബ്ദം. അങ്ങനെ ഗ്രേസ് നേരെ മുകളിലേക്ക് വന്നിട്ട് ആൻ അവിടെ നിൽക്കുമ്പോൾ ആനോട് ചോദിക്കും, അവിടെ എന്താ ഒരു ശബ്ദം എന്ന് ചോദിക്കുമ്പോൾ ആൻ പറയും, എനിക്ക് അറിയത്തില്ലാന്ന്. അപ്പോൾ ഗ്രേസ് പറയും, ഇല്ല നിനക്കറിയാം എന്താണെന്ന് പറയാൻ പറയുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ എന്തായാലും വിശ്വസിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയത്തില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ നിന്നെ ഒന്നും പറയാൻ പോകുന്നില്ല, നീ പറയും. അപ്പോൾ ആൻ പെട്ടെന്ന് ദേ ആ ഒരു പഴയ സാധനങ്ങളിലെ ഇട്ട് വെച്ചിരിക്കുന്ന മുറിയില്ലേ അവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നതെന്ന് പറയുന്നതും അപ്പോൾ പേടിച്ചു പോയ ഗ്രേസ് പതി ആ ഒരു റൂമിനകത്തേക്ക് ചെല്ലുകയാണ്. അവിടെയാണെങ്കിൽ പഴയ സാധനങ്ങളെല്ലാം മൂടിയിട്ടേക്കുന്നു. ഇപ്പോൾ ഗ്രേസ് ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും അതിനുള്ളിൽ നിന്നും ശബ്ദം കേൾക്കുന്നു, അവർ നമ്മളെ കണ്ടുപിടിച്ചു, ബാ നമുക്ക് പോവാന്ന് പറയുമ്പോൾ ഗ്രേസ് മൂടിയിട്ടിരുന്ന ഓരോ തുണിയായിട്ട് ഇങ്ങനെ മാറ്റും. അങ്ങനെ മാറ്റുമ്പോഴത്തേക്കാണ് ഒരു കണ്ണാടിയിലൂടെ ആ ഡോർ തുറക്കുന്നത് കാണുന്നതും ഗ്രേസ് ഇവിടുന്ന് വെളിയിലേക്ക് വരുമ്പോൾ ആനോട് ചോദിക്കും, ആൻ വെളിയിലേക്ക് ആരെങ്കിലും പോയെന്ന് ചോദിക്കുമ്പോൾ ആൻ പെട്ടെന്ന് ദേഹാവശത്തേക്ക് ഒരുത്തം പോയി താഴേക്ക് ഒരുത്തം പോയെന്ന് പറഞ്ഞിങ്ങനെ കൈ കാണിക്കും. അതുമല്ല കഥകളെല്ലാം അടയ്ക്കുന്നത് തുറക്കുന്ന ശബ്ദങ്ങളെല്ലാം കേട്ടിട്ട് ഇപ്പോൾ ഗ്രേസ് നേരെ താഴേക്ക് വന്ന് ബെർത്തയെ വിളിച്ചിട്ട്, ഈ വീട്ടിൽ നമ്മളല്ലാതെ വേറെ ആരൊക്കെയുണ്ട്, നിങ്ങൾക്ക് 3 പേർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവരെ വഴക്ക് പറയാണ്. അപ്പോൾ അവർക്കാണെങ്കിലും മനസ്സിലാവുന്നില്ല. ഇപ്പോഴാണ് ആൻ അടുത്തിരുന്നിട്ട്, അമ്മ മിണ്ടാതിരിക്കതേ ഇത് നോക്ക്, അവരെ 3 പേരെ ഞാൻ വരച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അവരുടെ ചിത്രം വരച്ചതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഓരോ ആളുകളുടെ തലയിലെടുത്തും നമ്പറുകൾ എഴുതിയിട്ടുണ്ട്, 2, 3, 14 ഇങ്ങനെയില്ല. അപ്പോൾ ഗ്രേസ് ചോദിക്കും, അല്ല ഇതെന്താ ഈ നമ്പറുകളെന്ന് ചോദിക്കുമ്പോൾ അവരെ ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് മാർക്ക് ചെയ്തതാണ്. ഇത് കേട്ട ഗ്രേസ് ആണെങ്കിലോ നല്ലതുപോലെ പേടിച്ചിട്ട് ഇപ്പോൾ കുട്ടികൾ രണ്ടുപേരെയും സേഫ് ആയിട്ട് ഒരിടത്തേക്ക് ഇരുത്തും. എന്നിട്ട് ഈ ഒരു വീട്ടിലെ കർട്ടൻ മൊത്തവും തുറന്നിടുകയാണ്. ഇരുട്ടിലല്ലേ അവർ ഒളിച്ചിരിക്കുന്നത്, ഇനി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കർട്ടനെല്ലാം മാറ്റുമ്പോഴത്തേക്കും ഇവിടെ ജോലി ചെയ്യുന്ന ഇവർക്ക് ഈ കുട്ടികൾ ചെയ്യുന്നത് എന്തോ വിചിത്രമായിട്ട് തോന്നുന്നുണ്ട്. കാരണം അവരതുപോലെയാണ് ഇവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അത് കഴിഞ്ഞിട്ട് ബെർത്ത ആനിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോന്ന്. അപ്പോൾ ആൻ പറയും, ഞാൻ പകുതി വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ പകുതി വിശ്വസിക്കുന്നില്ല. അപ്പോൾ ബെർത്ത ചോദിക്കും, ഈ കാര്യം നിന്റെ അമ്മയോട് നീ പറയുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എൻ്റെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അങ്ങനെ ഇവരിവിടെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഗ്രേസ് ആൻ വരച്ച ആ ഒരു ചിത്രം ഉണ്ടല്ലോ അതെടുത്ത് വെച്ച്
അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഫോട്ടോസ് ഈ വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുകയാണ്. കാരണം ഈ വീട്ടിൽ ഇതിനു മുന്നേ ഒരുപാട് പേര് താമസിച്ചിരുന്നല്ലോ. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ആൽബത്തിലെ ഒരു ഫോട്ടോ കണ്ട് ഷോക്ക് ആവുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഫോട്ടോയിലുള്ള എല്ലാവരുടെയും കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബെത്തിനോട് വന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഗ്രേസ്, ഇത് നിങ്ങൾക്ക് അറിയത്തില്ലേ, പഴയ കാലത്ത് മരിച്ചവരുടെ ഫോട്ടോ എടുത്തു വയ്ക്കുന്ന ഒരു രീതിയാണിത് എന്ന് പറയുന്നതും ഇത് കേട്ട ഗ്രേസിന് നല്ല പേടി തോന്നുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞ് ഗ്രേസ് താഴെ ഇരുന്നിട്ട് ബെർത്തിനോട് ഈ വീട്ടിൽ ഇതിനു മുന്നേ താമസിക്കുന്നവരെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും ബെർത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ പറയാനായിട്ട് മടിക്കുന്നു. പെട്ടെന്ന് എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് അങ്ങ് പോവാണ്. അങ്ങനെ രാത്രിയാവുന്നതും ഗ്രേസ് നേരെ കുട്ടികളുടെ മുറിയിലേക്ക് ചെന്നിട്ട് ആനെ കെട്ടിപ്പിടിച്ച്, നീ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് അവളോട് സോറി പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നിക്കോളസ് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അമ്മ അച്ഛൻ എപ്പോൾ വരുമെന്ന് ചോദിക്കുമ്പോൾ ഗ്രേസ് പെട്ടെന്ന് അവളുടെ ഭർത്താവിന്റെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ മ്യൂസിക് റൂമിൽ നിന്നും പിയാനോ വായിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ഇപ്പം ആരാണെന്ന് അറിയാൻ വേണ്ടി ഗ്രേസ് ഒരു തോക്ക് കൊടുത്തിട്ട് നേരെ ആ മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അങ്ങനെ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു പിയാനോ അത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ വെളിയിലേക്ക് വരുന്നതും അവിടെയുള്ള ആ ഒരു ഡോറ് തനിയെ അടയുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി അടുത്തേക്ക് ചെന്ന് നോക്കുന്നതും പെട്ടെന്ന് ആ ഡോർ അടയുന്നതും ഗ്രേസിന് ഇടികൊണ്ട് താഴെ വീഴും. എന്നിട്ട് താഴേക്ക് വന്ന് ബെർത്ത ഉണ്ടല്ലോ അവരെ വിളിക്കാണ്. അപ്പോൾ ബെർത്തയും പേടിച്ച് അവിടേക്ക് വരുമ്പോഴത്തേക്കും ഈ മുറിയുടെ കീ കൊണ്ടുവരാൻ പറയും. എന്നിട്ട് ആ റൂം തുറന്ന് നോക്കുമ്പോൾ പൂട്ടി വെച്ചിരുന്ന ആ ഒരു പിയാനോ തുറന്നിരിക്കുന്നു. അപ്പോൾ ഗ്രേസ് പറയും, ഇല്ല, ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾ വിഷമിക്കുമ്പോഴത്തേക്കും അവൾക്ക് എന്തോ ഒരു മരുന്ന് ബെർത്ത കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസ് പറയും, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലല്ലേ? ബെർത്ത പറയും, ഇല്ല, വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇതിന് മുന്നേയും ഈ വീട്ടിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞപ്പോൾ രാവിലെ ആവുന്നതും ഗ്രേസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇനി എന്തായാലും താമസിച്ചുകൂടാ, ആ ഒരു പ്രീസ്റ്റിനെ കാണാൻ പോയേ മതിയാവുള്ളൂ പറഞ്ഞ് രാവിലെ തന്നെ എഴുന്നേറ്റ് ആ പ്രീസ്റ്റിനെ വിളിക്കാൻ വേണ്ടി വെളിയിലേക്ക് പോവാണ്. അപ്പോൾ ബെർത്ത പിറകെ വന്നിട്ട്, മേഡം വെളിയിലേക്ക് പോകരുത്, ഇപ്പോൾ നല്ല മഞ്ഞുണ്ട്, ഒന്നും കാണാൻ കഴിയത്തില്ല, നിങ്ങൾ പെട്ടുപോകും എന്ന് പറയുമ്പോൾ ഗ്രേസ് അതൊന്നും വലിയ കാര്യമാക്കാതെ വെളിയിലേക്ക് വരുന്നു. വെളിയിലേക്ക് വരുമ്പോൾ തന്നെ എഡ്മണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വയസ്സായിട്ടുള്ള അപ്പൂനുണ്ടല്ലോ അയാളോട് പ്രത്യേകം പറയുന്നുണ്ട്, ഈ വീട് ഞാൻ വാങ്ങിക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു കല്ലറ ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം, പ്രത്യേകിച്ച് വാൾട്ടർ എന്ന് പേരുള്ള ആരുടെയെങ്കിലും കല്ലറ ഉണ്ടോ എന്ന് നോക്കണമെന്നും പറഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ ആ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് പോയതും ഇപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. എന്താ ഇവളെ തടയാൻ ശ്രമിച്ചിട്ട് നടക്കാത്തത്, ഇവൾ ആ ഒരു പ്രശ്നടുത്തേക്ക് പോകുമെന്ന് ചോദിക്കുമ്പോൾ അപ്പൂവൻ പറയും, ഈ ഫോഗ് ഒരിക്കലും അവളെ എവിടേക്ക് പോകാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ ബെർത്ത പറയും, ശരി, നമ്മൾ ഒളിപ്പിച്ചു വെച്ച ആ ഒരു കാര്യം ഇപ്പോഴെങ്കിലും ഉള്ളവർ പറയാൻ സമയമായോ എന്ന് ചോദിക്കുമ്പോൾ അതിനിപ്പോൾ സമയമായിട്ടില്ല, അതിനു മുന്നേ ഒളിപ്പിക്കാനുള്ള ആ ഒരു കാര്യം മറയ്ക്കാൻ പറയുന്നതും അവിടെ ഒരു കല്ലറ ഉണ്ടായിരുന്നു, അത് ആ അപ്പൂവൻ കരിയില വെച്ചിട്ട് മറയ്ക്കുകയാണ്. അതേസമയം ഇവിടെ ഗ്രേസ് ആ ഒരു പ്രീസ്റ്റിനെ തിരക്കി പോകുമ്പോഴത്തേക്കാണ് നല്ല രീതിയിൽ മഞ്ഞുണ്ട്, ഈ പുക കാരണം ഒന്നും കാണാൻ കഴിയുന്നില്ല. അവൾ അതിൽ പെട്ടുപോയി. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇതിൽ നിന്നൊരു രൂപം വരുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ യുദ്ധത്തിൽ പോയ അവളുടെ ഭർത്താവ് ഇതേ തിരിച്ചു വന്നിരിക്കുന്നു. ഇത് കണ്ട ഹീറോയിൻ ഓടി വന്നിട്ട് അയാളെ കെട്ടിപ്പിടിക്കുകയാണ്. പക്ഷെ എന്തോ ഒരു വിഷമുള്ളതുപോലെ അങ്ങനെ അവനെ വിളിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും ഈ ജോലിക്കാരെല്ലാം അത് കണ്ട് ഷോക്ക് ആവുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കുമ്പോഴത്തേക്കും കുട്ടികൾക്ക് നല്ല സന്തോഷമായി. അത് കഴിഞ്ഞ് ഹീറോയിൻ പറയും, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് തന്നെ കഴിയാന്ന് പറയുന്നുണ്ടെങ്കിലും അവളുടെ ഭർത്താവ് മുകളിലത്തെ റൂമിൽ നിന്ന് ഒരിക്കലും താഴേക്ക് വരുന്നില്ല. എപ്പോഴും കട്ടില്ലേ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചിങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആൻ ഗ്രേസിനോട്, അമ്മ അച്ഛൻ പറഞ്ഞു ഒരുപാട് മരിച്ച ആളുകളെ കണ്ടിട്ടുണ്ടെന്ന്, അത് സത്യമാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ആൻ മിണ്ടാതിരിക്കാൻ പറയുന്നതും, എന്താ ഞാൻ പറയുന്നത് മാത്രം അമ്മ വിശ്വസിക്കാതെ കേൾക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ നീ മിണ്ടാതിരിക്കണം, അത് മാത്രം ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ആൻ പെട്ടെന്ന് ദേഷ്യം കാരണം മുഖം ഒരു വല്ലാത്ത രീതിയിൽ വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ആനിനോട് മുറിയിലേക്ക് പോകാൻ പറയുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് തന്നെ മുറിയിലേക്ക് വരും. അപ്പോഴേക്കാണ് ആ ഒരു ജോലിക്കാരി ബെർത്ത വന്ന് അവളെ സമാധാനിപ്പിക്കും. ആൻ പറയും, അമ്മ ഒരിക്കലും എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ബെർത്ത, ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട്, കാരണം ഞാൻ ആ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, നിന്റെ അമ്മയും ഉടനെ തന്നെ ഈ കാര്യങ്ങളെല്ലാം വിശ്വസിക്കും എന്ന് പറഞ്ഞ് ഞാൻ എന്നെ സമാധാനപ്പെടുത്തുന്നു. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഈ 3 പേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവരത് സമ്മതിക്കോ, നമുക്ക് പറയാനുള്ള സമയമായെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഭർത്താവ് ഇവിടേക്ക് വന്നേക്കാണ്. ഇനിയിപ്പോൾ അവനെന്തെങ്കിലും അവനാകെ കുഴപ്പത്തിലിരിക്കുകയാണ്, അതുകൊണ്ട് അവനെ സമ്മതിപ്പിക്കുന്ന കാര്യം വലിയ കുഴപ്പമില്ല, അതേപോലെ തന്നെ കുട്ടികളെ നമുക്ക് സമ്മതിപ്പിക്കാൻ കഴിയും. ഗ്രേസ് ആണ് പ്രശ്നം, അവളെ സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് താമസമുള്ളത്. അതേസമയം മുകളിൽ കാണിക്കുമ്പോൾ ഗ്രേസ് ആനിന് വേണ്ടി ഒരു പുതിയ വസ്ത്രം തയ്ച്ചേക്കാണ്. ഇപ്പം അതെടുത്ത് ആൻ ഇട്ട് കൊടുത്തിട്ട് ആൻ ചോദിക്കും, അമ്മ ഇത് ഞാൻ കുറച്ച് നേരം കൂടി ഇട്ടോട്ടെ? ഇല്ല, നീ ഇത് അഴുക്കാക്കുമെന്ന് പറയുമ്പോൾ ഇല്ല, ഞാനിത് കുറച്ച് നേരം ഇട്ടേക്കാന്ന് പറയുന്നതും ശരി, ഞാൻ വെളിയിൽ പോയിട്ട് വരുന്നത് വരെ നീ ഇതിട്ടേക്ക്, പിന്നെ താഴെ ഇരിക്കരുത്, ചുമരിൽ ചാരരുത് എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഗ്രേസ് താഴേക്ക് പോകുന്നത്. അങ്ങനെ താഴെ വന്നിട്ട് തന്റെ ഭർത്താവിനെ കണ്ട് കുറച്ചു നേരം അവന്റെ അടുത്തിരുന്നിട്ട് അത് കഴിഞ്ഞ് ഗ്രേസ് തിരിച്ച് മുകളിലേക്ക് വരികയാണ്. എന്നിട്ട് ആനോട് പറയും, ഹാൻ ആ ഒരു ഡ്രസ്സ് അടിക്കാൻ പറയുമ്പോൾ അവളാണെങ്കിലോ താഴെ ഇരുന്ന് കളിക്കുന്നു. പക്ഷെ അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും ഹാനിന്റെ കൈയാണെങ്കിലോ ഈ വയസ്സായവരുടെ കൈ പോലെ ഇരിക്കുന്നു. ഗ്രേസിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഗ്രേസ് ഇപ്പോൾ കറങ്ങി മുന്നിലേക്ക് വരുന്നതും അതൊരു വയസ്സായിട്ടുള്ള സ്ത്രീയായിരുന്നു.
പെട്ടെന്ന് ഗ്രേസ് ചോദിക്കും, ഹേയ് ആൻ എവിടെ, എൻ്റെ മകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് ആനെന്ന് പറയുന്നതും ഗ്രേസിന് ദേഷ്യം വന്ന് ഓടി വന്നിട്ട് അവരെ പിടിച്ച് അടിക്കുകയാണ്. അങ്ങനെ അടിച്ചടിച്ച് അവരെ താഴെക്കിടുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അത് വീണ്ടും ആനിനെ പോലെ തന്നെ കാണുന്നു. അവളുടെ ഡ്രസ്സെല്ലാം കീറിയിട്ട് ആനിനാണെങ്കിലോ നല്ല പേടിയായിപ്പോയി. ഇപ്പോൾ താഴെ നിന്നും ബെർത്ത നേരെ മുകളിലേക്ക് വന്നിട്ട് ആനിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ആൻ പറയും, എൻ്റെ അമ്മ വീണ്ടും അന്ന് ചെയ്തതുപോലെ തന്നെ എന്നോട് ചെയ്യാണെന്നെല്ലാം പറഞ്ഞ് അവരവിടെ നിന്ന് പോകുമ്പോൾ ഗ്രേസിനാണെങ്കിലോ നല്ല വിഷമമുണ്ട്. എൻ്റെ മകളെ ഞാൻ അടിക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ അവളെ കണ്ടപ്പോൾ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയെ പോലെ തോന്നി, കണ്ണെല്ലാം വല്ലാതെ എന്നെല്ലാം പറഞ്ഞ് ഗ്രേസ് വിഷമിക്കുമ്പോഴത്തേക്കും ബെർത്ത ആ ഒരു മരുന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇത് കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഗ്രേസ് പെട്ടെന്ന് സംശയിക്കും, ഇതെന്ത് മരുന്നാ എന്ന് ചോദിക്കുമ്പോൾ ഇത് നിങ്ങൾ സാധാരണ കഴിക്കുന്ന മരുന്ന് തന്നെയാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടിട്ട് അവൾ ആ ഒരു മരുന്ന് കഴിക്കത്തില്ല. അത് കഴിഞ്ഞ് നേരെ ബെഡ്റൂമിലേക്ക് അവളുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴാണ് അവളുടെ ഭർത്താവ് ചോദിക്കുന്നത്, ഞാൻ പോയതിനു ശേഷം കുട്ടികളെ നീ എന്തൊക്കെയാ ചെയ്തെന്ന് പറഞ്ഞു, എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങൾ ഇവിടെ നിന്ന് പോയി, ഞാനും ഒറ്റയ്ക്കായിപ്പോയി, എത്ര കാലം എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് ആകെ ടെൻഷനായിട്ട് ഞാൻ അവരെ അടിച്ചു, ഇതല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത് കാരണം നിങ്ങൾ എന്നെ വിട്ടിട്ട് പോവാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അങ്ങനെയല്ല, ഞാൻ വീണ്ടും യുദ്ധത്തിന് പോവാണ്. അപ്പോൾ ഹീറോയും പറയും, ഹോ അപ്പോൾ നിങ്ങൾക്ക് എന്നോടൊപ്പം താമസിക്കാനായിട്ട് ഇഷ്ടമല്ലല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നുണ്ട്. പക്ഷെ അവന് അതൊരിക്കലും പറയാൻ കഴിയാത്തതുപോലെ എനിക്കിപ്പോൾ പോയേ മതിയാവൂ എന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഗ്രേസ് കണ്ണുറന്ന് നോക്കുമ്പോൾ അവളുടെ ഭർത്താവ് യുദ്ധത്തിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഗേറ്റിനടുത്തേക്ക് വന്നിട്ട് അവൾ ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഇപ്പോൾ കുട്ടികൾ കരയുന്ന ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. എന്താണെന്ന് കാണിക്കുമ്പോൾ കർട്ടൻസ് എല്ലാം തുറന്നിരിക്കുന്നു. ഗ്രേസ് ഓടി വന്നിട്ട് കുട്ടികളുടെ അടുത്തേക്ക് വന്ന് ആ ഒരു കർട്ടൻ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് ഒരു കർട്ടൻ പോലും ജനാലയിലില്ല. അങ്ങനെ ഈ ഒരു ജോലിക്കാരെ വിളിച്ചിട്ട് അവർ നല്ലതുപോലെ വഴക്ക് പറയും, ഇതാരാ എടുത്തുകൊണ്ട് പോയത്, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നേ, ഇവിടെ എന്താ നിങ്ങളുടെ ജോലി എന്നെല്ലാം പറഞ്ഞിട്ട് ഗ്രേസ് നല്ലതുപോലെ ദേഷ്യപ്പെടുമ്പോൾ ബെർത്ത ഉണ്ടല്ലോ അവർ സാധാരണ രീതിയിൽ സംസാരിക്കുകയാണ്, മാഡം നിങ്ങൾ കുറച്ച് സമാധാനമായിട്ട് സംസാരിക്കണം, ഇവിടെ ഇപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഗ്രേസ് അങ്ങനെ ദേഷ്യപ്പെട്ട് അവളുടെ തോക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഓക്കെ നിങ്ങൾ 3 പേരും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോകണം, കാരണം നിങ്ങൾ 3 പേരും എനിക്ക് സംശയമാണ്, അതുകൊണ്ട് നിങ്ങൾ 3 പേരും പോകണമെന്ന് പറയുന്നതും ഇവർ 3 പേരും ഓക്കെ പറഞ്ഞ് വെളിയിലേക്ക് വരുന്നു. വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ബെർത്ത ആ ഒരു അപ്പവനോട് പറയുന്നത്, ശരി അത് ഓപ്പൺ ചെയ്ത് വിട്, അവൾക്ക് അറിയാനായിട്ടുള്ള സമയമായി എന്ന് പറയുന്നതും അവർ ആ ഒരു കല്ലറ ഓപ്പൺ ചെയ്തിട്ട് പോവാണ്. അതേസമയം ഇതിനകത്താണെങ്കിലോ ഇവരെങ്ങനെയെങ്കിലും ആ ഒരു കർട്ടൻ ഇല്ലാത്തത് കൊണ്ട് കയ്യിലുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ആ ഒരു ജനാലകളെല്ലാം അടച്ചിടുന്നു. ഇപ്പം അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോഴത്തേക്കും നമ്മുടെ ആനും നിക്കോളസും സംസാരിച്ചിരിക്കുകയാണ്. അപ്പോഴും ആനും പറയുന്നുണ്ട് ഈ വീട്ടിൽ ആളുണ്ടെന്ന്, പക്ഷെ നിക്കോളസ് ഒരിക്കലും വിശ്വസിക്കത്തില്ല. അപ്പോഴാണ് ആൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ജനാല തുറന്നിട്ട് ഞാൻ അച്ഛനെ അന്വേഷിച്ച് പോവാണെന്ന് പറഞ്ഞ് ജനാല വഴി താഴേക്കിറങ്ങും. അപ്പോൾ മുകളിൽ നിന്ന് ആദ്യം നിക്കോളസ് ഇത് കണ്ടിട്ട് അവൻ പറയും, ശരി ഞാനും വരുന്നതും പറഞ്ഞ് 2 പേരും താഴേക്കിറങ്ങി അവരുടെ അച്ഛനെ അന്വേഷിച്ച് കാടിനുള്ളിലേക്ക് പോകുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഗ്രേസ് ഈ കർട്ടനെല്ലാം ഓരോ റൂമിൽ വന്നിങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജോലിക്കാർ താമസിച്ച ആ ഒരു മുറിക്കകത്തേക്ക് വന്നിട്ട് അവിടെയുള്ള കട്ടിലിനടിയിലേക്ക് ഇങ്ങനെ നോക്കും. അവിടെ എന്തൊരു ഫോട്ടോ കിടക്കുന്നു. അതെടുത്ത് ഗ്രേസ് നോക്കുമ്പോൾ പൊന്നും മക്കളെ വേറെ ലെവൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഇതിനു മുന്നേ ഈ മരിച്ചവരുടെ ഫോട്ടോ ഇവിടെ എടുത്തു വെച്ചേക്കല്ലോ, അതുപോലെ മരിച്ച 3 പേരാണ് ഇവിടെ വന്ന ഒരു ജോലിക്കാര്, അവരുടെ ഫോട്ടോ ആണ് അവളിപ്പോൾ കാണുന്നത്. അപ്പോൾ സത്യത്തിൽ പ്രേതങ്ങളെ അവർ 3 പേരായിരുന്നു. അതേസമയം ഇവിടെ ആനിനെയും നിക്കോളസിനെ കാണിക്കുമ്പോൾ 2 പേരും വെളിയിലേക്ക് വന്നിട്ട് ഇപ്പം ആൻ അവിടെ ദൂരെയായിട്ട് എന്തോ ഒരു കാര്യം കണ്ട് അവൾ ഓടി ആ ഒരു കല്ലറയുണ്ടല്ലോ അതിനടുത്തേക്ക് വരും. അവിടെ വരുമ്പോഴത്തേക്ക് നിക്കോളസ് പറയുന്നുണ്ട് അങ്ങോട്ട് പോരുന്നത്. പക്ഷെ ആൻ അവിടെ വന്നിട്ട് ഒരു കാര്യം കണ്ട് ഷോക്കാവുന്ന വേറൊന്നുമല്ല, ആ 3 പേരുടെ പേര് അവിടെ കല്ലറയിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ അവരുടെ കല്ലറയാണ് ഈ വീടിനടുത്ത് ഉണ്ടായിരുന്നത്. ഇത് കണ്ട ആനാണെങ്കിലോ ഇപ്പോൾ നിക്കോളസിന്റെ പുറകിൽ നോക്കുമ്പോൾ ആ ജോലിക്കാരി 3 പേരും അവിടേക്ക് നടന്നു വരും. അപ്പോൾ ആൻ നിക്കോളസിനോട് പറയും, നിക്കോളസ് അവിടെ നിൽക്കരുത്, ഓടി ഇങ്ങ് വാ, അവർ 3 പേര് പ്രേതങ്ങളാണെന്ന് പറയുമ്പോൾ നിക്കോളസ് പറയും, ഇല്ല നീ കള്ളം പറയാണ്, വീണ്ടും വീണ്ടും എന്നെ പറ്റിക്കാൻ വേണ്ടി നീ പറയല്ലേ, നീ വെറുതെ പറയാണെന്നെല്ലാം പറഞ്ഞിട്ട് നിക്കോളസ് അവരെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ആനാണെങ്കിലോ കുറേ നേരം പറഞ്ഞു അവസാനം നിക്കോളസ് അവരുടെ അടുത്ത് നിന്ന് ഓടി ആനിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ 2 പേരും ഓടി ഓടി ഇവരുടെ വീടിനടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഗ്രേസ് ഉണ്ടല്ലോ അവൾ ആ ഒരു തോക്കും കൊണ്ട് വെളിയിൽ വന്ന് നിൽക്കാണ്. എന്നിട്ട് 2 പേരെയും വീടിനുള്ളിലേക്ക് പറഞ്ഞു വിട്ട് ആ തോക്കെടുത്ത് ഇവരെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ ദേഹത്ത് ബുള്ളറ്റ് കൊള്ളുന്നില്ല, അവർക്കൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ഗ്രേസ് മോടി വീടിനകത്തേക്ക് കയറിയിട്ട് ആ ഡോർ അങ്ങടയ്ക്കും. എന്നിട്ട് കുട്ടികളെയും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗ്രേസ് പറയും, ശരി നിങ്ങൾ 2 പേരും മുകളിലേക്ക് പോയിക്കോ, ഒരു കാരണവശാലും പുറത്തേക്ക് വരരുത്, 2 പേരും 2 വശങ്ങളിലേക്ക് പോരുതെന്നും പറഞ്ഞ് അവർ 2 പേരും മോടി കബോർഡിനകത്ത് കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ നിന്നും ഇവരെ 2 പേരും ആരോ വിളിക്കുന്നു. 2 പേരും ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അത് ആ വയസ്സായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ കണ്ണ് വെള്ളയായിട്ടുള്ള അവരായിരുന്നു. എന്നിട്ട് അവർ 2 പേരെയും വലിച്ച് പുറത്തേക്ക് എടുക്കുന്നതും ഇവിടെ വെളിയിൽ ആ ഒരു 3 ജോലിക്കാരെയും വെളിയിൽ നിന്നിട്ട് ഹീറോയിനോട് പറയുന്നുണ്ട്, എല്ലാം അവസാനിച്ചു, ഇനി നിങ്ങൾ കൂടി മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനമായിട്ട് ജീവിക്കാന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, നിങ്ങളോ മരിച്ചുപോയി, ഞങ്ങളെങ്കിലും വെറുതെ വിട്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ നിങ്ങളെ വെറുതെ തന്നെയാണ് വിട്ടേക്കുന്നത്, പക്ഷേ മുകളിലുള്ളവർ ഒരിക്കലും നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല,
അവരിപ്പോ നിങ്ങളുടെ കുട്ടികളെ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ മുകളിലേക്ക് പോയേ മതിയാവെന്ന് പറയുന്നതും ഗ്രേസ് ഇപ്പോൾ വേറെ വഴിയില്ലാതെ മുകളിലേക്ക് നടന്നു ചെല്ലുന്നു. ഇപ്പോൾ മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും കുട്ടികൾ രണ്ടുപേരും പേടിച്ച് മറ്റൊരു വശത്തേക്ക് മാറി നിൽക്കാണ്. ആ വയസ്സായുള്ള സ്ത്രീയാണെങ്കിലോ ഒരു ടേബിളിൽ വേറെ കുറെ ആളുകളോട് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് എന്നെല്ലാം ചോദിച്ചിട്ട് എന്തോ ഒരു കാര്യം പേപ്പറിൽ എഴുതുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ പറയും ഞാനത് പറയാൻ പോകണമെന്ന് പറയുമ്പോൾ നിക്കോളസ് അറിയുമില്ല നീ മിണ്ടരുതെന്ന് പറയുമ്പോൾ ഇല്ല എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവിടെ നിന്ന് പോകുമെന്നും പറഞ്ഞിട്ട് ആനിപ്പോൾ നടന്ന് ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴേക്കാണ് ഗ്രേസ് ഇവിടെ നിന്ന് കരയുന്നുണ്ട്. എന്നിട്ട് ആനാണെങ്കിലോ അവരുടെ ചെവിയുടെ അടുത്തേക്ക് വന്ന് അവരോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. അപ്പോഴേക്കും അവർ ചോദിക്കും അപ്പോ തലയണ വെച്ച് മൂടിയിട്ടാണോ നിന്നെ നിന്റെ അമ്മ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ അതിൽ നിന്ന് തലയാട്ടുന്നതും ആനിന്റെ കണ്ണ് അറിയുന്നു, അതേപോലെ തന്നെ ഗ്രേസിന്റെ കണ്ണ് അറിയുന്നുണ്ട്. അപ്പോഴേക്കും രണ്ട് കുട്ടികളും അപ്പോൾ ഞങ്ങൾ മരിച്ചോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ വയസ്സായുള്ള സ്ത്രീ അവരെന്തോ ഒരു കാര്യം ഇങ്ങനെ എഴുതുകയാണ്. പെട്ടെന്ന് അടുത്തുള്ള ഒരാൾ ആ ഒരു പേപ്പർ വാങ്ങിയിട്ട് ഞങ്ങൾ മരിച്ചിട്ടില്ല എന്ന് പറയുന്നതും ഇത് കേട്ട ഗ്രേസിന് ആകെ ടെൻഷനായിട്ട് പെട്ടെന്ന് ആ ഒരു ടേബിളെല്ലാം എടുത്ത് ഇങ്ങനെ മറിക്കുകയാണ്. ഇവിടെയാണ് തല കറക്കുന്ന ഒരു ടെസ്റ്റ്. എന്താന്ന് വെച്ചാല് സത്യത്തില് ഗ്രേസും ആ ഒരു കുട്ടികളുമായിരുന്നു പ്രേതങ്ങള്. സത്യത്തിൽ മരിച്ചെന്ന് വിശ്വസിച്ച ആ ഒരാളുണ്ടല്ലോ അവരായിരുന്നു മരിക്കാത്തത്. എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഗ്രേസ് തന്റെ കുട്ടികളെ തലയണ വെച്ച് അമ്മയ്ക്ക് കൊല്ലുമായിരുന്നു. അതേപോലെ തന്നെ തോക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് ഗ്രേസും മരിച്ചു. അതുകൊണ്ട് ഈ 3 ആത്മാക്കളും ഈ വീട്ടിൽ തന്നെയുണ്ട്. അവരൊരിക്കലും ഈ വീട് വിട്ട് പോകത്തില്ല എന്ന് പറയുമ്പോൾ ഈ വീട്ടിലെ യഥാർത്ഥ ഉടമസ്ഥയായിട്ടുള്ള ആ സ്ത്രീയാണല്ലോ അവർ പറയും അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഈ വീട്ടിൽ നിൽക്കാൻ പോകുന്നില്ല, കാരണം ഞങ്ങളുടെ മകൻ വാൾട്ടർ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണെന്ന് പറയുമ്പോൾ അവരുടെ ഭർത്താവ് പറയും ശരി ഞങ്ങൾ നാളെ തന്നെ ഇവിടെ നിന്ന് പോവാണെന്ന് പറയുന്നതും ഇതെല്ലാം കേട്ട് ഗ്രേസും ആ 2 കുട്ടികളും ഇരുന്ന് കരയാണ്. പിന്നീടാണ് എന്താണ് സംഭവിച്ചതെന്ന് ഇവർ തന്നെ ആലോചിച്ച് നോക്കുന്നത്. ഹീറോയിന് അവളുടെ ഭർത്താവ് പോയതിനു ശേഷം ആകെ ഒറ്റയ്ക്കായിപ്പോയി. അതുകൊണ്ട് തന്റെ 2 കുട്ടികളെയും തലയണ വെച്ച് അമ്മയ്ക്ക് കൊന്നതിന് ശേഷം അവളും സ്വയം മരിക്കുമായിരുന്നു. അപ്പോഴേക്കാണ് ആ ഒരു ജോലിക്കാരി അകത്തേക്ക് വന്നിട്ട് നമ്മളെല്ലാം മരിച്ചുപോയിട്ട് 19 വർഷമായി, ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് പേര് ഈ വീട്ടിലേക്ക് വരും, അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം, അതുകൊണ്ട് ഞാൻ എന്തായാലും പോയിട്ട് കോഫി ഇട്ടുകൊണ്ട് വരാം, നമുക്കെല്ലാവർക്കും ഇനി സന്തോഷത്തോടെ സംസാരിക്കാൻ കഴിയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആവുന്നതും ഹീറോയിൻ ഇപ്പോൾ കുട്ടികളോട് പറയുന്നുണ്ട് ഇത് നമ്മുടെ വീടാണ്, നമ്മൾ ഇവിടെ നിന്ന് എവിടെയും പോകാൻ പോകുന്നില്ല, ഈ വീട്ടിലേക്കും വേറെ ആരും വരാൻ പോകുന്നില്ല. ഇപ്പൊ ആ വീട്ടിൽ താമസിച്ചിരുന്നവര് ഈ വീട് വിട്ട് ഇവിടെ നിന്ന് പോവാണ്. ആ വീടിന്റെ ഗേറ്റിലാണെങ്കിലോ ഫോർ സെയിൽ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനുശേഷം ഈ വീട്ടിൽ വരുന്നവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അവരെയും ഇവിടെ നിൽക്കാൻ സമ്മതിക്കാതെ അവർ പറഞ്ഞുവിടും. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മൂവിയുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.